നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ദ കിഡ്സ് എജ്യൂസോണിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റിലെ വെൻ ലൈൻസ് ജോയിൻ അഥവാ വരകൾ ചേരുമ്പോൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എങ്ങനെ വരയ്ക്കാം എന്നൊരു ഭാഗമുണ്ട്. അത് എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സാധാരണയായി പോളിഗൺസ് വരയ്ക്കുന്നതിന് സെറ്റ് സ്ക്വയർ, കോമ്പസ്, സ്കെയിൽ എന്നിവയുടെ സഹായത്തോടു കൂടിയാണ് വരയ്ക്കുന്നത് എങ്കിൽ ഇവിടെ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിലാണ് പ്രൊട്രാക്ടർ, പെൻസിൽ, സ്കെയിൽ എന്നിവയുടെ സഹായത്തോടു കൂടി മാത്രം എങ്ങനെ പോളിഗൺസ് വരയ്ക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് വശങ്ങൾ തുല്യമായ രീതിയിലുള്ള റെഗുലർ പോളിഗൺസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനായി പ്രൊട്രാക്ടറിലെ ചില അളവുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പട്ടിക ആദ്യം നമുക്കൊന്ന് നോക്കാം. ഈ പട്ടികയിൽ ഓരോ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങളുടെയും വശങ്ങളുടെ എണ്ണം, അതിന് നമ്മൾ പ്രൊട്രാക്ടറിൽ എടുക്കേണ്ട കോൺ അളവ് എത്രയെന്ന് വിശദമായി തന്നെ കൊടുത്തിരിക്കുന്നു. അത് ആദ്യം നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചഭുജമാണ് വരയ്ക്കുന്നത്, പെൻറ്റഗൺ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു ബേസ് ലൈൻ നമ്മൾ ഇടുന്നു. ആദ്യ ലൈൻ എത്രയാണോ നമുക്ക് പഞ്ചഭുജത്തിൻ്റെ വശങ്ങളുടെ അളവ് കിട്ടേണ്ടത്, ഇവിടെ ഞാൻ 3 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ അളന്ന് ഒരു ലൈൻ ഞാൻ എടുക്കുന്നു. ഞാൻ 1 മുതൽ എടുക്കാൻ കാരണം 1 മുതൽ 4 വരെയാണ് എടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സ്കെയിലിൻ്റെ അറ്റം എപ്പോഴും ചിലപ്പോൾ പ്രശ്നമാവാറുണ്ട്. അതുകൊണ്ടാണ് 1 മുതൽ 4 വരെ 3 സെൻറ്റിമീറ്റർ എടുത്തത്. അപ്പോൾ നിങ്ങൾ 3 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ പെൻറ്റഗൻ്റെ അളവ് നേരത്തെ പറഞ്ഞു. പഞ്ചഭുജത്തിൻ്റെ അളവ്, കോണളവ് എത്രയാണ് പറഞ്ഞത്? 108 ഡിഗ്രിയാണ് പറഞ്ഞത്. അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. നമ്മൾ ഇടതുവശത്തെ പോയിന്റിൽ, നമ്മളിട്ട വരയുടെ ഇടതുവശത്തെ പോയിന്റിൽ വച്ചിട്ട് 108 ഡിഗ്രി, എവിടെ? ഇടതുവശത്തെ 108 ഡിഗ്രിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയതിന് മുകളിലായിട്ട് 70 ഡിഗ്രി കാണാൻ പറ്റും. പക്ഷേ അതല്ല, നമ്മൾ 108 അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം വരച്ച 3 സെൻറ്റിമീറ്ററാണ്, അതേ നീളത്തിൽ വീണ്ടും ഒരു ലൈൻ ആ കോണോട് കോൺ നമ്മൾ വരയ്ക്കുന്നു. 3 സെൻറ്റിമീറ്റർ കറക്റ്റ് വരച്ചു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും പ്രൊട്രാക്ടർ എടുത്തു, വലതേ എൻഡിൽ വെച്ചു. അവിടെയും നമ്മളൊരു 108 ഡിഗ്രി അടയാളപ്പെടുത്തി. അപ്പോൾ ഇടതുവശത്ത് അടയാളപ്പെടുത്തിയതുപോലെ തന്നെ വലതുവശത്തും 108 ഡിഗ്രി അടയാളപ്പെടുത്തി. ആ 2 പോയിന്റും നേർരേഖയിൽ വരുന്ന രീതിയിൽ 3 സെൻറ്റിമീറ്റർ, നമ്മൾ 3 സെൻറ്റിമീറ്ററാണ് നമ്മുടെ അളവ്. അതുകൊണ്ട് നമ്മൾ എല്ലാ അളവും എടുക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുന്നു, നമ്മൾ വരച്ച വരയുടെ എൻഡിൽ വയ്ക്കുന്നു. അവിടെയും 108 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും അവ തമ്മിൽ ചേർത്ത് 3 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ആ ലൈനിലും അതിൻ്റെയും ഇടതേ വശത്ത് ചേർത്ത് വെച്ചിട്ട് നമ്മൾ 108 ഡിഗ്രി രേഖപ്പെടുത്തുന്നു. അത് രേഖപ്പെടുത്താതെ തന്നെ കൂട്ടി യോജിപ്പിച്ചാലും മതി, എങ്കിലും കറക്റ്റ് അളവ് 108 ഡിഗ്രിയുമായിരിക്കും. 3 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പെൻറ്റഗൺ അഥവാ പഞ്ചഭുജം റെഡിയായി. എല്ലാ വശവും എന്ത് തന്നെ ആയിരിക്കും? 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. നമുക്ക് അളന്ന് നോക്കാം. വളരെ ക്ലിയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 6 വശങ്ങളുള്ള ഹെക്സഗണാണ് വരയ്ക്കുന്നത്. ഹെക്സഗൺ വരയ്ക്കാൻ എടുക്കേണ്ട അളവ് എത്രയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, 120 ഡിഗ്രിയാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ആദ്യം ഒരു വര വരയ്ക്കുന്നു. 3 സെൻറ്റിമീറ്റർ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി വരച്ച നീളം, നിങ്ങൾക്ക് എത്ര വലുതോ ചെറുതോ ആയ അളവുകൾ എടുക്കാം. 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടർ എടുക്കുന്നു, ഇടതുവശത്ത് ചേർത്ത് വയ്ക്കുന്നു. അവിടെ നിന്ന് ഇടത്തെ അളവ് 120 ഡിഗ്രി, 100, 110, 120 ഡിഗ്രി എന്ത് ചെയ്യുന്നു, നമ്മൾ അളന്ന് എടുക്കുന്നു. ആ 2 പോയിന്റുകളും ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. എത്ര വരയ്ക്കേണ്ടത്? അളവ് എത്ര ആയിരിക്കണം? 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 1, 2, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരയ്ക്കുന്നു. വീണ്ടും പ്രൊട്രാക്ടർ അവിടെ വയ്ക്കുന്നു. അതിൻ്റെ ഇടത് വര അത് 90 ഡിഗ്രിയാണ്. 90ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 120 കാണാം. അവിടെ വയ്ക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, വരച്ചതിന് ശേഷം അവിടെയും 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വര രേഖപ്പെടുത്തുന്നു. അവസാനം വരച്ച് എല്ലാം വരയും നമ്മൾ 120 ഡിഗ്രി കോണോട് കോൺ വരച്ച് 3 സെൻറ്റിമീറ്റർ വീതമുള്ള വരകളിടുമ്പോൾ കറക്റ്റ് നമുക്ക് എന്ത് ലഭിക്കും? ഒരു ഹെക്സഗൺ അഥവാ ഷഡ്ഭുജം, 6 വശങ്ങളുള്ള രൂപം നമുക്ക് ലഭിക്കും. വളരെ ഈസി ആയിട്ട് കോൺ അളന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ. മറ്റത് പ്രൊട്രാക്ടർ, സ്കെയിലും മാത്രം മതി. മറ്റൊരാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. ഇത് വളരെ ഈസി ആയിട്ട് ഹെക്സഗൺ, നമ്മൾ ഈസി ആയിട്ട് 3 സെൻറ്റിമീറ്റർ ഉള്ള ഹെക്സഗൺ നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും.
അടുത്തത് നമ്മൾ 7 വശങ്ങളുള്ള ഒരു സെപ്റ്റഗൺ അഥവാ സപ്തഭുജമാണ് വരയ്ക്കുന്നത്. 7 വശങ്ങളാണ്. ഇവിടെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത് 128.57 ആണ്, 128.57. അപ്പോൾ ആ 57 ഒക്കെ രേഖപ്പെടുത്തുന്നത് ഒരല്പം നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കേണ്ടി വരും. നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സെൻറ്റിമീറ്റർ വരുന്ന ഒരു രേഖ ആദ്യം വരയ്ക്കുന്നു. ഞാനിവിടെ 16 തൊട്ട് 19 വരെ ഒരു സ്കെയിലിൻ്റെ മധ്യഭാഗം വെച്ചങ്ങ് വരച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ 0 തൊട്ടോ 1 തൊട്ടോ ഒക്കെ എടുക്കുക. അളന്നുള്ളത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നമ്മൾ ട്രാക്ടർ എടുത്തു. എത്രയാണ് രേഖപ്പെടുത്തേണ്ടത്? കോണളവ് എത്രയാണ്? 128.57. 128, 129 വരുന്ന അതിൻ്റെ മധ്യഭാഗത്തായിട്ട് 57 കറക്റ്റ് നമ്മൾ ഷാർപ്പായിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം സ്കെയിൽ എടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ 2 പോയിൻറ്റുകളും തമ്മിൽ മുട്ടിച്ച് വെച്ചതിന് ശേഷം എത്ര സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്? 3 സെൻറ്റിമീറ്ററാണ്. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ 1, 2, 3 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തുന്നു. വരച്ചു, ക്ലിയറായി പോയിൻ്റ് ചെയ്തു. വീണ്ടും നമ്മൾ ട്രാക്ടറൊക്കെ എടുത്ത് ഇതേപോലെ 128 വീതം വരച്ച് അവസാനം വരുമ്പോൾ ദൈവം കിട്ടുന്നു. അവസാനത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ കോൺ അളക്കാതെ തന്നെ നമുക്ക് കൂട്ടി മുട്ടിവയ്ക്കാൻ പറ്റും. അത് കറക്റ്റ് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സെപ്റ്റഗൺ നമുക്ക് കിട്ടി. അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഒക്ടഗണാണ്. ഒക്ടഗൺ മീൻസ് അഷ്ടഭുജം, 8 വശങ്ങളുള്ളത്. ഇവിടെ അതിൻ്റെ കോൺ നമ്മൾ അല്ലെങ്കിൽ പ്രൊട്രാക്ടറിൽ എടുക്കേണ്ട അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ടേബിളുണ്ടായിരുന്നു, 135 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. ഒക്ടഗൺ എടുക്കേണ്ട ഡിഗ്രി 135. നേരത്തെ വരച്ചതുപോലെ തന്നെ നമ്മൾ സ്കെയിലെടുത്തു, 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു രേഖ വരച്ചു, ലൈൻ വരച്ചു. അതിനുശേഷം ഈ പ്രൊട്രാക്ടർ എടുത്ത് അതിൻ്റെ ഇടതുവശത്ത് വെച്ചു. 135 ഇടതുനിന്ന് ഇടതോട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അത് മാത്രമാണ് നിങ്ങളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 135 ഡിഗ്രി എന്ത് ചെയ്തു? നമ്മൾ വരച്ചു. ആ പോയിൻറ്റുകൾ തമ്മിൽ ചേരുന്ന രീതിയിൽ 3 സെൻറ്റിമീറ്റർ, ആ പോയിൻ്റ് അങ്ങേ പോയിൻ്റ് അറ്റം വരെ വരച്ചു കളയരുത്. നമുക്ക് 3 സെൻറ്റിമീറ്റർ ആവശ്യമുള്ളൂ. നമ്മൾ കറക്റ്റ് ലൈൻ കിട്ടുന്നതിന് വേണ്ടി, കോൺ കറക്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് ആ പോയിൻ്റ് രേഖപ്പെടുത്തിയത്. ആ 3 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചതിന് ശേഷം അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ വയ്ക്കുന്നു. 135 ഡിഗ്രി നമ്മൾ രേഖപ്പെടുത്തുന്നു. അവിടെയും ആ പോയിൻറ്റുകൾ തമ്മിലും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേർന്ന് വരത്തക്ക രീതിയിൽ 3 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു. അങ്ങേയറ്റം വരെ നമ്മൾ വരയ്ക്കുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 3 സെൻറ്റിമീറ്റർ നീളത്തിനെ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്രാക്ടർ വച്ച് 135 ഡിഗ്രി അളക്കുന്നു. അളന്ന് അവസാനം ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ ലൈൻ നമുക്ക് അളക്കാതെ തന്നെ രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഒക്ടഗൺ അഥവാ അഷ്ടഭുജം, 8 വശങ്ങളുള്ള രൂപം കിട്ടി. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 9 വശങ്ങളുള്ള ഒരു രൂപമാണ്. 9 വശങ്ങളുള്ള രൂപത്തിന് നോനഗൺ എന്നാണ് പറയുന്നത്. നോനഗൺ അല്ലെങ്കിൽ നവഭുജം അല്ലേ? നവരസങ്ങൾ, 9 നവരസങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കോണളവ് എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. ആ ടേബിളിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ 3 സെൻറ്റിമീറ്റർ വരുന്ന ഒരു രേഖ വരയ്ക്കുന്നു. അതിനുശേഷം കോണളക്കുന്നു ഇടതുവശത്ത് വെച്ചിട്ട്. 140 ആകുമ്പോൾ എളുപ്പമാണ് അളക്കാൻ അല്ലേ? 140 എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ആ പോയിന്റുകൾ തമ്മിൽ നേർരേഖയിൽ വരത്തക്ക രീതി എടുക്കുന്നു. 3 സെൻറ്റിമീറ്റർ, 1, 2, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുന്നു. അവിടെ വീണ്ടും ഇടതുവശത്ത് എടുത്തേ പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കുന്നു. 140 ഡിഗ്രി അളക്കുന്നു. 100, 110, 120, 130, 140. കണ്ടല്ലോ? ആ 140 നമ്മൾ എടുക്കുന്നത്. ആ 140 എടുക്കുക, വരയ്ക്കുക. ഇതുപോലെ രൂപം കിട്ടും. വരച്ച് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഇടതുവശത്തായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്തത്? പ്രൊട്രാക്ടർ എപ്പോഴും വയ്ക്കേണ്ടത്. അവസാനത്തെ രൂപം വരച്ച് ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം അതൊന്ന് അളന്നു നോക്കുക. 3 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ചത് കറക്റ്റായിരിക്കും. നമ്മുടെ നോനഗൺ ഇവിടെ റെഡി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും വേണം. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നന്ദി, നമസ്കാരം.